ബിജെപി ദേശീയ നേതൃത്വത്തിൽ വൻ അഴിച്ചുപണി. കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറിയായി, സ്മൃതി ഇറാനിയെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. BL സന്തോഷിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് AP അബ്ദുള്ളക്കുട്ടിയെ ഒഴിവാക്കി. എന്നാൽ അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായി തുടരും. പുതിയ ടീമിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. ആദിൽ പാലോടും VS രഞ്ജിത്തും വിവരങ്ങളുമായി ചേരുകയാണ്. ആദിൽ, ദേശീയതലത്തിൽ എങ്ങനെ മുഖം മിനുക്കൽ? മുഖം മിനുക്കുക എന്നത് തന്നെയാണ്. നിതിൻ നബീൻ ജനുവരിയിലാണ് ദേശീയ അധ്യക്ഷനായി ചുമതല ഏറ്റെടുക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ എന്ന പദവിയിലേക്കാണ് നിതിൻ നബീൻ എത്തിയതെങ്കിൽ പുനഃസംഘടന ഏറെ വൈകി. 7 മാസം തുടർച്ചയായി നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് BJPക്ക് ദേശീയ നേതൃത്വത്തെ പ്രഖ്യാപിക്കാനും പുനഃസംഘടിപ്പിക്കാനും കഴിഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾക്ക് നൽകിയ പരിഗണന സംബന്ധിച്ചുള്ളതാണ്. ദേശീയ ജനറൽ സെക്രട്ടറി ആകുമെന്നായിരുന്നു മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള പ്രതീക്ഷകളും ധാരണകളും. പക്ഷേ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് കെ സുരേന്ദ്രനെ പരിഗണിച്ചിരുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള അനിൽ ആന്റണി ദേശീയ സെക്രട്ടറിയായി തുടരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനം. ഞാനിപ്പോൾ നിൽക്കുന്നത് BJPയുടെ ദേശീയ ആസ്ഥാനത്തിന് മുന്നിലാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2020 മുതൽ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്ന AP അബ്ദുള്ളക്കുട്ടിയെ പുനഃസംഘടനയിൽ വെട്ടിയിട്ടുണ്ട്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് പുതിയ കമ്മിറ്റിയുടെ ട്രഷറർ. ഇതോടെ കേന്ദ്ര മന്ത്രിസഭയിൽ പുനഃസംഘടന ഉറപ്പായിരിക്കുന്നു. മാധു, കേന്ദ്ര നേതൃത്വവുമായി പലപ്പോഴും അകന്നു നിൽക്കുന്ന ആളാണ് രാജസ്ഥാനിൽ നിന്നുള്ള വസുന്ധര രാജെ സിന്ധ്യ അടക്കം പുതിയ കമ്മിറ്റിയിൽ 13 ദേശീയ വൈസ് പ്രസിഡന്റുമാരുണ്ട്. മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, മഹാരാഷ്ട്രയിൽ നിന്നുള്ള വിനോദ് താവഡെ തുടങ്ങി 8 ജനറൽ സെക്രട്ടറിമാരെയും വിവിധ പോഷക സംഘടനാ അധ്യക്ഷന്മാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി BL സന്തോഷ് തുടരും എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. IT സെൽ മേധാവിയായി അമിത് മാളവിയെ മാറ്റിയിട്ടുമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ BJPയുടെ പുനഃസംഘടനയിൽ വന്നിരിക്കുന്നു. യുവജന പ്രക്ഷോഭം വലിയ തോതിലുണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിയുടെ കേരളത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അനിൽ ആന്റണി തുടരുമെന്നും മറ്റു വിവരങ്ങൾ. മധു, കേരളത്തിലെ BJPക്കുള്ള ഒരു അംഗീകാരമായിട്ട് വേണം കെ സുരേന്ദ്രന്റെ സ്ഥാനലബ്ധിയെ കണക്കാക്കാൻ. കാരണം നേരത്തെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റുമാർക്കൊക്കെ ദേശീയ നിർവാഹക സമിതി അംഗം ഉൾപ്പെടെയുള്ള പോസ്റ്റുകളാണ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ദേശീയ ഭാരവാഹിത്വത്തിലേക്ക് കെ സുരേന്ദ്രൻ എത്തുന്നു. അത് കെ സുരേന്ദ്രന്റെ പ്രവർത്തന മികവിനുള്ള അംഗീകാരമായിട്ട് വേണം കണക്കാക്കാൻ. നേരത്തെ PK കൃഷ്ണദാസിന് ശേഷം വന്ന സംസ്ഥാന അധ്യക്ഷന്മാർക്കൊന്നും തന്നെ അത്തരത്തിൽ പദവി കൊടുത്തിരുന്നില്ല. ഇപ്പോൾ V മുരളീധരനാണെങ്കിലും കുമ്മനം രാജശേഖരനാണെങ്കിലും പിന്നീട് ശ്രീധരൻപിള്ള വന്നപ്പോഴൊക്കെ അവരൊക്കെ ദേശീയ നിർവാഹക സമിതിയിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദേശീയ ഭാരവാഹിത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്. മാത്രവുമല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന്, ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വളരെ ചുരുക്കം പേരെ പരിഗണിച്ചതിൽ അതിൽ ഒരാളായി കെ സുരേന്ദ്രൻ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ആ പരിഗണന സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുരേന്ദ്രൻ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഒപ്പം കേരളത്തിൽ നിന്നൊരു ദേശീയ ഭാരവാഹി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ തവണ 3 പേരുണ്ടായിരുന്നു, ഇത്തവണ അത് 2 പേരായി ചുരുങ്ങുന്നു. AP അബ്ദുള്ളക്കുട്ടി ഭാരവാഹി അല്ലാതാവുന്നു എന്നുള്ളതാണ്. അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി. ചെറിയ കളികൾക്കില്ല അങ്ങ് ദില്ലിയിൽ.